ഹായ് നമസ്കാരം. ആലപ്പുഴയിലാണ് കേട്ടോ. ആലപ്പുഴയിൽ നമുക്ക് ബഡ്ജറ്റായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയൊരു ബോട്ട് സർവീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിവരം ഒന്ന് കാണിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ബോട്ട് കേട്ടോ. കേരള സർക്കാരിൻ്റെയാണ്. ബോർഡൊക്കെ ഉണ്ട്. അത് യാത്രക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഓരോരുത്തരായിട്ട് ബുക്ക് ചെയ്തിട്ട് വന്ന് ബോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ബോട്ട് ഇവിടുന്ന് 11 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മളെ പാതിരാമണൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു 4 മണിയാകുമ്പോഴേക്കും തിരിച്ച് നമ്മളെ ആലപ്പുഴയിൽ തന്നെ എത്തിക്കും കേട്ടോ. ബോട്ടിൻ്റെ ഉൾഭാഗമാണിത്. ആളുകൾ ഇനിയും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ടില്ല. സമയം നമുക്കിവിടെ 10:30 ആയിട്ടുള്ളൂ. 11 മണിക്കാണ് അവരിവിടെ സർവീസ് തുടങ്ങാം കേട്ടോ. ലോവർ ഡെക്കാണ് കാണുന്നത് കേട്ടോ. ലോവർ ഡെക്കിൽ നിന്ന് ഇനി നേരെ പോകുന്ന നമ്മൾ അപ്പർ ഡെക്കിലേക്ക് കേട്ടോ. നമ്മൾ സ്റ്റെപ്പ് കയറി ഇപ്പോൾ അപ്പർ ഡെക്കിലെത്തിയിട്ടുണ്ട്. അപ്പർ ഡെക്കിനകത്ത് അധികം സീറ്റില്ല കേട്ടോ. കുറച്ച് സീറ്റേ ഉള്ളൂ. അപ്പർ ഡെക്കിലേക്ക് നമുക്കൊരു 100 രൂപ കൂടുതൽ ചാർജ് ചെയ്യുന്നുണ്ട് അവർ. 400 താഴെ, മുകളിൽ 500 കേട്ടോ. ഇതിന് ഇവിടെ പുറത്തൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ. പുറത്ത് നമുക്ക് ബാൽക്കണി ഉണ്ട്. ഫുൾ സെറ്റാണ്. ഇനി നമുക്ക് ബോട്ട് പുറപ്പെട്ടതിന് ശേഷം കാണാം കേട്ടോ. ബോട്ട് ഏകദേശം ഫുള്ളായിട്ടുണ്ട്. അവർ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ തരുന്നുണ്ട് കേട്ടോ. അതൊന്ന് കേൾക്കാം. ആ കുമരകത്തിന്റെ തീരങ്ങളിലൂടെ, കുമരകത്തിന്റെ ദൃശ്യഭംഗിയിലൂടെ വീണ്ടും നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഏകദേശം ആ യാത്ര അരമണിക്കൂറോളം പിന്നിട്ട് കഴിയുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് കുട്ടനാട്ടിലേക്കാണ്. കുട്ടനാടിനെ കുറിച്ച് നമുക്ക് പൊതുവെ അറിയാം. സമുദ്രനിരപ്പിൽ നിന്നും 2.5 മുതൽ 3 മീറ്റർ വരെ താഴ്ന്ന് കൃഷി ചെയ്യുന്ന ലോകത്തിലെ 2 അത്ഭുത ഭൂപ്രദേശങ്ങളിൽ ഒന്നാണ് കുട്ടനാട്. ആ കുട്ടനാടിന് തന്നെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന ആർ ബ്ലോക്കും സി ബ്ലോക്കും ചിത്തിര, റാണി, മാർത്താണ്ഡം എന്നീ പറയുന്ന കാർഷിക നിലങ്ങളുടെ നടുവിലൂടെയാണ് തുടർ നമ്മൾ യാത്ര ചെയ്യുന്നത്. ആ യാത്ര ചെന്ന് അവസാനിക്കുന്നതോ പുണ്യനദിയായ പമ്പയിലേക്കാവും. അപ്പോൾ നമ്മുടെ യാത്രയുടെ അവസാന പാദത്തിലേക്ക് നമ്മൾ എത്തും. ആ പമ്പാ നദിയുടെ മുഴുവൻ ദൃശ്യഭംഗി നമ്മൾ ആവോളം ആസ്വദിക്കുമ്പോൾ തന്നെയും ആ നദിയുടെ 2 കരകളുമായി താമസിക്കുന്ന കുട്ടനാടൻ ജനതയുടെ ജനജീവിതം നമ്മൾ ഈ യാത്രയിൽ കണ്ടു മനസ്സിലാക്കിയും അത് കയ്യെത്തും ദൂരത്ത് കണ്ടനുഭവിച്ചറിഞ്ഞും 4 മണിയോടുകൂടി തിരികെ ഇവിടെ എത്തിച്ചതിനാണ് നമ്മുടെ യാത്രയുടെ ഒരു ചെറു രൂപം. അപ്പോൾ ഞങ്ങളുടെ യാത്ര എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു യാത്ര ആയിരുന്നില്ല. നല്ല പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല അടിച്ച് പൊളിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. നമ്മുടെ ബോട്ട് ഉച്ച സമയമായപ്പോഴത്തേക്കും പാതിരാമണൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ആളുകളെല്ലാം ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പാതിരാമണൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു ചെറിയൊരു ദ്വീപാണ്. ആൾതാമസമൊന്നുമില്ല അവിടെ. അപ്പോൾ നമുക്ക് ഈ ദ്വീപിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ചെറിയൊരു ടിക്കറ്റ് ഉണ്ട് കേട്ടോ. 50 രൂപ ടിക്കറ്റ് ഉണ്ട്. അതെടുത്തിട്ട് നമുക്ക് കയറാം. ഇത് എവിടെ നിന്നാണ് ടിക്കറ്റ് കേട്ടോ. ഈ ടിക്കറ്റ് എടുത്തിട്ട് നമ്മളിവിടെ ഉള്ളിലേക്ക് പോകണം. ഇതൊരു 50 ഏക്കറോളം വരുന്നൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും നമുക്ക് അരമണിക്കൂറാണ് ബോട്ട് വരെ നമുക്ക് സമയം അനുവദിച്ചിട്ടുള്ളത്. ആ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങി വരാം കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 1/2 കിലോമീറ്ററോളം ഇതിൻ്റെ ഉള്ളിലൂടെ നടന്നിട്ട് പാതിരമണൽ കാടിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ ഞങ്ങളൊരാളെ കണ്ടിട്ടുണ്ട് ഇവിടെ. ഒരു ചെറിയ ഉടുമ്പ് കേട്ടോ. ഇതാ ഉടുമ്പാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ജീവികളിലൊക്കെ നമുക്കിവിടെ കാണാമെന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ ഉടുമ്പിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഈ ദ്വീപിനകത്ത് ഒരു ചെറിയ ഗുരുദേവ ക്ഷേത്രം ഉണ്ട് കേട്ടോ. ഒരു ചെറിയ ഒരു ക്ഷേത്രം കേട്ടോ. ഇവരെല്ലാം നമ്മളെ ബോട്ടിൽ വന്നിട്ടുള്ളവർ തന്നെയാണ്. ടൂറിസ്റ്റുകൾക്ക് വേണ്ട അത്യാവശ്യം വെള്ളം, ചായ, അങ്ങനത്തെ ഐറ്റംസ് കൂടെ ഉണ്ട് കേട്ടോ. അതേമാതിരി കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്ലേ ഏരിയ. അത്യാവശ്യം വലിയൊരു പ്ലേ ഏരിയ തന്നെയാണ് കേട്ടോ. എല്ലാവരും ഈ ബോട്ടിൽ വരുന്ന ആളുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത് കേട്ടോ.
തിരിച്ച് ഞങ്ങൾ ബോട്ടിലെത്തിയപ്പോഴത്തേക്കും ഞങ്ങളെ കാത്ത് നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം റെഡി ആയിരുന്നു കേട്ടോ. നല്ല കരിമീൻ പൊള്ളിച്ചതുണ്ട്, മീൻ മുളകിട്ട കറിയുണ്ട്, വെജ് കറിയുണ്ട്, അതേമാതിരി നമുക്ക് കൂന്തൽ റോസ്റ്റ് വരുന്നുണ്ട്. ഇത് നമ്മളെ കുടുംബശ്രീ യൂണിറ്റാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവർക്കൊരു ബിഗ് താങ്ക്സ്. നല്ല ഫുഡായിരുന്നു, അതുകൊണ്ടൊരു ബിഗ് താങ്ക്സ്. ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഒരുവിധം എല്ലാവരും ഉറക്കത്തിലേക്ക് പോയിട്ടാണ്. ഞങ്ങളാവട്ടെ ബോട്ടിൻ്റെ മുകൾ നിലയിലുള്ള ബാൽക്കണിയിൽ കയറി പുറത്തെ കാഴ്ചകൾ കണ്ടു. ആ കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിച്ചു തരണമല്ലോ, അതുകൊണ്ട് എല്ലാവരും വീഡിയോ എല്ലായിടത്തും നിന്നു. എന്തായാലും കുട്ടനാടിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒന്ന് തന്നെയാണ്. ഇത് വന്ന് കണ്ട് അനുഭവിച്ചിട്ട് തന്നെ പോകണം. എന്തായാലും നീണ്ട 5.5 മണിക്കൂർ യാത്ര പോയതറിഞ്ഞില്ല കേട്ടോ. എന്തായാലും ഞങ്ങൾ ആലപ്പുഴ തിരിച്ചെത്താറായിട്ടുണ്ട്. അങ്ങനെ ബോട്ട് 4 മണിയോടെ തിരിച്ച് ആലപ്പുഴയിൽ എത്തിയിട്ടോ. യാത്രക്കാരെല്ലാം സന്തോഷവാന്മാരായിരുന്നു എന്നുള്ളതിന് അവരുടെ മുഖത്തു നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിലെ ജീവനക്കാരെ പ്രശംസിക്കാതിരിക്കാൻ വയ്യ. അവർ നല്ല കട്ടക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ യാത്രക്കാരെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അവരവരൊരു ജോലി ചെയ്യാന്നുള്ളത് അവർ ആസ്വദിച്ചിട്ട് തന്നെയാണ് അവർ യാത്ര ചെയ്തത്. കളിയിലും പാട്ടിലും എല്ലാം അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ യാത്ര പോയത് സി കുട്ടനാട് പറഞ്ഞ കേരള ഗവൺമെൻറ്റും വാട്ടർ അതോറിറ്റിയും കൂടി നടത്തുന്ന ഒരു സർവീസിലാണ്. ഇതിന് 400 രൂപയാണ് ഒരാൾക്ക് താഴെ ഉള്ളത്. അതേമാതിരി അപ്പർ ഡെക്കിലാണെങ്കിൽ 500 രൂപ. അപ്പോൾ ഇതിൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതേമാതിരി സ്ക്രീനിൽ എഴുതി കാണിക്കട്ടോ. നിങ്ങൾക്ക് യാത്ര പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോണിൽ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ യാത്രക്കുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു തരും കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു.